ഇടയില് വാൾവിന്റെ ഇടയില് സ്ക്രൂ വന്ന് പെട്ട് അടിച്ചടിച്ച് അതായിരുന്നു ആ നോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വന്നതേ ഫൈനലി നമ്മൾ എഞ്ചിനെ കൂൾ ഡൗൺ ചെയ്ത് എന്താണ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി വന്നതാണ്. റെഡിയാക്കി ഡിസ്മാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? നമ്മളെ ഈ 2Z എഞ്ചിന് എന്താണ് പറ്റിയത്? എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ടൈം കിട്ടുന്ന കേസാണ്. 1 സീരീസിലൊക്കെ ഈ ഒരു കംപ്ലൈന്റ് ഉള്ളതാണ്. റീസെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടാകുന്നൊരു V8 പണി സെയിം ഇഷ്യൂ. അത് ഓൾറെഡി കംപ്ലൈന്റ് തന്നെ വരുന്നതാണ്. പക്ഷെ ഈ ഒരു സീരീസിൽ 2Z സീരീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ. സംഭവം എന്താ ചോദിച്ചാല് നമ്മൾ ഇൻടേക്ക് മാനിഫോൾഡ് എന്നുള്ള ബട്ടർഫ്ലൈയുടെ സ്ക്രൂ കഴിഞ്ഞ് പോന്നിട്ട് സിലിണ്ടറിലോട്ട് വന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ആർക്കും കാണാൻ കഴിയില്ല. അങ്ങനെ ഗ്രാഫിന്റെ ഡാമേജ് എന്നതാണ്. ഒരു കാര്യം കൂടിയും പറയാം, ആക്ച്വലി നമ്മളെ എഞ്ചിന് ഏകദേശം ഒരു 6 month ആയിട്ട് ഓയിൽ കൺസപ്ഷൻ ഉണ്ട്. നല്ല രീതിയിൽ ഓയിൽ കൺസപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി എക്സ്പെക്ടഡ് ആയിരുന്നു. ഞാനെന്നും ഹംസക്കാരോട് പറയും, ഹംസക്ക എന്നാ ഫ്രീ, നമുക്ക് ഇറക്കിയിട്ട് പണിയണ്ടേ. സിൻസ് ഇത് സംഭവിച്ചത് ആയതുകൊണ്ടും അവിടുന്ന് ഈ നോയ്സ് കിട്ടിയോണ്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് പോയത് ഓയിൽ കുറഞ്ഞിട്ട് ക്രാങ്ക് ബെയറിങ് ചതഞ്ഞ്. പക്ഷെ നമ്മളിത് ഓയിൽ ഡ്രെയിൻ ചെയ്തപ്പോൾ നമുക്ക് ഷേവിങ്സ് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മൾ അടിയത്തെ ബെയറിങ്സ് അയച്ചപ്പോൾ നമുക്ക് കൂടുതൽ ഡാമേജസ് ഒന്നും കണ്ടില്ല. ഫൈനലി നമ്മൾ ഹെഡ് അയച്ച് എഞ്ചിൻ ഫുൾ ഡൗൺ ചെയ്ത് ഹെഡ് അയച്ച് പിസ്റ്റണും ഹെഡും കണ്ടപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കണ്ടത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ ഹെഡ് നോക്കുമ്പോൾ ഇത് ഓരോ ഫിൻസിലും വന്നിട്ട് 2 സ്ക്രൂ ഉണ്ടാവുക. നമുക്കത് ഏകദേശം അതിലുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് ഫിൻസിൽ വന്നിട്ട് ഒരു സ്ക്രൂ മിസ്സിംഗ് ആണ്. ഒരു സ്ക്രൂ മിസ്സിംഗ് ആണ്. ആ സ്ക്രൂ ആണ് നമ്മളെ സിലിണ്ടറിലോട്ട് ചാടിയിട്ട് ഡാമേജ് പറ്റിയത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഹംസക്ക? നമ്മള് 2 കാര്യങ്ങൾ ചെയ്യേണ്ടത്, 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ബോർ അളക്കണം, മെഷർമെന്റ് ചെയ്യണം. പിന്നെ രണ്ടാമത് ഇതിൽ ക്രാക്ക് നമുക്ക് വിഷ്വൽ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനെ പ്രഷർ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് മെഷീൻ ഷോപ്പിൽ കൊണ്ടുപോയി ചെയ്യാം. പ്രഷർ ടെസ്റ്റ് ചെയ്യണം, ബോർ മെഷർമെന്റ്സ് ചെയ്യണം, ക്രാങ്ക് പോളിഷ് ചെയ്യണം. എല്ലാ നമ്മൾ നോർമൽ എഞ്ചിൻ റീബിൽഡ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ട് എല്ലാ പിസ്റ്റൻസ് റീപ്ലേസ് ചെയ്യണം, റിങ്സ് റീസൈസ് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ മെയിൻ എക്സ്പെൻസീവ് പാർട്ട് ഇൻടേക്ക് മാനിഫോൾഡ് റീപ്ലേസ് ചെയ്യണം. മീൻ ടൈം നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഇൻജക്ടർ ക്ലീനിങ്, കോയിൽ റീപ്ലേസ്മെന്റ്, അതേപോലെ ഉള്ളത് ഇലക്ട്രിക്കൽ വയറിങ്സ് എല്ലാം ഒന്ന് പുതിയ ഹാർനസ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത് ഒന്നുകൂടി സെറ്റാക്കി വണ്ടിനെ സൂപ്പറാക്കണം. ഇൻഷാല്ലാ സൂൺ വിൽ ബി ബാക്ക് ഇൻ ടൂൺസ്.